വെൽക്കം ബാക്ക് ടു ജസ്റ്റ് എക്സ്പ്ലോർ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? വായോ. ഞങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങളെടുത്തൊരു തീരുമാനമാണ്, എല്ലാ വർഷം ബർത്ത്ഡേക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്കും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണം. അത് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആവണമെന്നില്ല, എവിടെയെങ്കിലും ഒരു 2-3 ഡേയ്സിന്. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ റാൻഡമായിട്ട് booking.com പോയി ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്ത്, ഒരു വണ്ടി ബുക്ക് ചെയ്ത് നമ്മളങ്ങ് പോവും. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനും ഒന്നും ഉണ്ടായിട്ടല്ല, പ്രത്യേകിച്ച് നേരത്തെ പ്രീ പ്ലാൻഡും അല്ല. അവിടെ പോവും, നമ്മളങ്ങ് എക്സ്പ്ലോർ ചെയ്യും. യൂഷ്വലി ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അക്കോമഡേഷനിൽ ചെന്ന് ബാഗ്സൊക്കെ വെച്ച് അന്ന് ഈവനിങ് അവിടെ ജസ്റ്റ് ഒന്ന് ഗോ അറൗണ്ട് ചെയ്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യും അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അങ്ങനെ പോയ ട്രിപ്പാണിത്. നമ്മൾ പോയത് കൗണ്ടി കെറിയിലാണ്. അയർലൻഡ് താമസിക്കുന്നവർക്കറിയാം, വൺ ഓഫ് ദ മോസ്റ്റ് പിക്ചറസ്ക് കൗണ്ടീസാണ് കെറി. അങ്ങനെ ഞങ്ങൾ ആ ഒരു സൈഡ് ഓഫ് അയർലൻഡിൽ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്യാൻ പോയിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ കൗണ്ടി കെറി പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ ഭയങ്കര ഒരു മണ്ടി കൊച്ചായിരുന്നു. നല്ല വിവരം ഉണ്ടായിരുന്നു, പക്ഷെ പഠിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഈ സ്കൂളൊക്കെ തീർത്തിട്ട് വേണം ഇൻഡിപെൻഡൻ്റ് ആവാനും ലൈഫിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണാനും ജീവിതം ഒന്ന് അടിപൊളിയായിട്ട് ജീവിക്കാമെന്ന്. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും അഡൾട്ടിങ് ആയി, റെസ്പോൺസിബിലിറ്റീസ് ആയി, ലൈഫ് ഹാപ്പനിങ് ആയി. സോ വിയേർഡ് ആൻഡ് അബ്സേർഡ്. ഞാൻ ഇടയ്ക്കെങ്കിലും ചിന്തിക്കും. പിന്നെ ഓർക്കും, നാട്ടിൽ നിന്നൊക്കെ പോകുന്ന പുറത്തൊക്കെ വന്ന് ജീവിക്കുമ്പോഴത്തേക്കും കുറേ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ, ഒരു സർട്ടൻ ലെവൽ ഓഫ് മെച്യൂരിറ്റി, ഒരു സർട്ടൻ ലെവൽ ഓഫ് കേപ്പബിലിറ്റി, എ ഡിഫറെൻറ്റ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ്, അതൊക്കെ എന്തോ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി എൻ്റെ ചുറ്റിനുള്ളവരോട് ചോദിക്കണം. പക്ഷേ എനിക്ക് തോന്നാറുണ്ട്, അറ്റ്ലീസ്റ്റ് ജീവിതത്തെ കാണുന്ന ഒരു ഔട്ട്ലുക്കിനേലും തന്നെ ജീവിച്ചു തുടങ്ങുമ്പോൾ വ്യത്യാസം ഉണ്ടാവുന്നു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ദേ നമ്മൾ അക്കോമഡേഷനിലെത്തി. ഇതാണ് ഇൻവെററി ഫാം, കൗണ്ടി കെറിയിലുള്ള. ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ എയർബിഎൻബീസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഇൻവെററി ഫാമിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും മൗണ്ടൻ റേഞ്ചസ് ആയിരുന്നു വ്യൂ. അതുതന്നെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഞങ്ങൾ ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് രാവിലെ ഒരു ഐറിഷ് ബ്രേക്ക്ഫാസ്റ്റും കോഫിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ വ്യൂ അല്ല, വരാൻ പോകുന്ന വ്യൂ കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ആ ഒരു ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞങ്ങൾ പോയത് ഗ്യാപ്പ് ഓഫ് ഡൺലോൺ. കൗണ്ടി കെറിയിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് സീനിക് നേച്ചേഴ്സ് വണ്ടറാണ് ഗ്യാപ്പ് ഓഫ് ഡൺലോ. ഗ്യാപ്പ് ഓഫ് ഡൺലോ 11 കിലോമീറ്റേഴ്സിൽ നിൽക്കുന്ന ഒരു വാലിയാണ്. ആ വാലിക്കുള്ളിൽ തന്നെ 5 ലേക്സ് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് നോക്കിയാലും നേച്ചർ അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ് എന്ന് പറയത്തില്ലേ, അതാണ് ഗ്യാപ്പ് ഓഫ് ഡൺലോ. ഈ ഗ്യാപ്പ് ഓഫ് ഡൺലോൻ്റെ ഈ 11 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ സൈക്കിൾ ചെയ്യുന്നവരുണ്ട്, നടന്നു പോകുന്നവരുമുണ്ട്, പിന്നെ ഹോഴ്സ് ഡ്രിവൺ ക്യാരേജസും ഉണ്ട്. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ കാറിനാണ് പോയത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തി വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ എത്ര ഫോട്ടോസും വീഡിയോസും എടുത്താലും മതിയാവില്ലെന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്പോട്ടായിരുന്നു. പക്ഷേ വീഡിയോസിലും ഫോട്ടോസിലൊന്നും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. അത്ര പ്രഷ്യസ് ആയിട്ടുള്ള നേച്ചറിൻ്റെ ആ ഒരു എവ്രി സിംഗിൾ എലമെൻറ്റ് എൻജോയ് ചെയ്യാൻ അവിടുത്തെ ആ ഒരു എയറിൻ്റെ ക്വാളിറ്റിയും അവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു പീസ് ഓഫ് മൈൻഡും ആ ഒരു സെൻസ് ഓഫ് കാംനെസ്സും ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ത്രൂ വീഡിയോസ്. പക്ഷേ അയർലൻഡിൽ ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. അങ്ങനെ ഗ്യാപ്പ് ഓഫ് ഡൺലോ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് കെറി ബോഗ് വില്ലേജിലോട്ടാണ്. കെറി ബോഗ് വില്ലേജ് ഇസ് ആൻ 18th century ഐറിഷ് ഹെറിറ്റേജ് മ്യൂസിയം. ഇവിടെ 18th 19th centuryയിലെ അയർലൻഡിൽ ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു, അവരെന്ത് ജോലികളാണ് ചെയ്തിരുന്നത്, അവരുടെ വീടുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ക്ലോസ്ഡ് ലൈഫ് എക്സ്പീരിയൻസ് നമുക്കവിടെ കാണാൻ പറ്റും. ഭയങ്കര നല്ലൊരു വെറൈറ്റി ആയിട്ട് കുറേ വീടുകളും കുറേ ബിൽഡിങ്സും അന്നത്തെ കാലത്തെ കുറേ കാര്യങ്ങൾ അവരവിടെ ഇങ്ങനെ മ്യൂസിയംസ് ഇതിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് ആൻ ഓപ്പൺ സ്പേസ് ആൻഡ് ഓപ്പൺ പ്ലാൻ.
അപ്പോൾ നമുക്ക് എല്ലാ എലമെൻറ്റ്സും എൻജോയ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 2 hours എടുക്കണം. പക്ഷേ എല്ലാ എലമെൻറ്റ്സും ബിറ്റ് ബൈ ബിറ്റ് എൻജോയ് ചെയ്ത് സ്ലോലി അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റും. അതൊരു ഹോൾസം എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ ആ ക്രീം ഇതാ ഒരു ചെയ്തേക്കുന്നത് കുടിവെങ്കിൽ നൈസല്ലേ? എനിക്കൊന്ന് ഇവിടെ വരെ ബ്ലാക്ക് കോഫി വെച്ചിട്ട് മേളിൽ ആ പതയിൽ അവരിത് വിസ്കി വെക്കുവാണ് സ്പ്രേ ചെയ്ത പോലെ. എടുത്തെടുത്തെടുത്തു. അങ്ങനെ ബാഗ് വില്ലേജിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു ബീച്ചാണിത്, റോസ് ബേ ബീച്ച്. എന്ത് ഭംഗിയാണല്ലേ! നിങ്ങൾക്ക് ആ ഒരു സെൻസ് ഓഫ് കാംനെസ് വീഡിയോയിൽ കൂടെ കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഞങ്ങളൊരു ഗുഡ് 30 minutes സ്പെൻഡ് ചെയ്തു. എത്ര കണ്ടിട്ടും ആ ഒരു വാസ്റ്റ്നെസ് ഓഫ് ദി ഓഷ്യനൊക്കെ കണ്ടിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. നോക്കി നിന്ന് പോവായിരുന്നു. എന്ത് ഭംഗിയായിട്ടാണ് അൺഅഡൾട്രേറ്റഡ് നേച്ചർ, ഒന്നും മനുഷ്യരായിട്ട് നശിപ്പിക്കാത്ത വീതി വിസ്താരത്തിൽ കിടക്കുന്ന ഓഷ്യനും ആ ഓഷ്യൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റുന്ന മലകളും ആ ഒരു ഓഷ്യനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്കൈൻ്റെ വ്യൂവുമൊക്കെ എത്ര കണ്ടാലാണ് ഒരാൾക്ക് മതിയാവുന്നതെന്ന് അറിയത്തില്ല. അതിൽ നിന്നൊക്കെ വരുന്ന ബ്ലിസ് ഇസ് സംതിങ് ദാറ്റ് ഐ കാൻറ്റ് ഈവൻ എക്സ്പ്രസ് ഇൻ വേർഡ്സ്. ഇതും അങ്ങനെ തന്നെ ഒരു സ്ഥലമാണ്. ഞങ്ങൾ വണ്ടി ഓടിച്ചിങ്ങി വന്നപ്പോഴത്തേക്കും ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ വണ്ടി നിർത്താണ്ടിരിക്കാൻ പറ്റിയില്ല. എന്ത് ഭംഗിയാണെന്ന് ഞാൻ എങ്ങനെയാണ് പറയുന്നത്.
അത് നമ്മുടെ നേക്കഡായി വെച്ചിട്ട് നമുക്കത് അവിടെ നിന്ന് കാണാനും ആ വെള്ളത്തിൻ്റെ ഒച്ചയും ആ ഒരു ബ്രിഡ്ജും ഇത്രയും ഗ്രീനറിയും ആ ഒരു മൗണ്ടൻ റേഞ്ചും ഒക്കെ കാണുമ്പോഴത്തേക്കും ഇറ്റ് ജസ്റ്റ് ഫിൽസ് ആ ഹാർട്ട് വിത്ത് സോ മച്ച് ഹാപ്പിനെസ്. അങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അടുത്ത സ്പോട്ട് വെലൻഷ്യ ഐലൻഡ്. ഞങ്ങൾ വെലൻഷ്യ ഐലൻഡിലുള്ള ഒരുപാട് ആരും പോയിട്ടില്ലാത്ത ഒരു സ്ഥലം തപ്പിപ്പോവുക. ഈ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് ഒരു ഫ്യൂ സെക്കൻഡ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് കീപ് വാച്ചിങ് ടു സീ വേർ വി ആർ ഹെഡഡ് ടു. ആ ബോർഡ് കണ്ടോ 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 ആ ബോർഡിൽ എഴുതിയേക്കുന്ന സ്ഥലം തപ്പിയാണ് ഈ പോക്ക്. ഈ യാത്ര ഒന്ന് നോക്കണേ. ഐ നോ ദിസ് ക്ലിപ്പ് ഇസ് എ ലിറ്റിൽ ടു ലോങ്, പക്ഷേ ഒരു ടൈം ലാപ്സ് എടുത്തതാണ് ടു റെക്കോർഡ് ഹൗ ലോങ് ആൻഡ് ഹൗ ഫാർ വി ട്രാവൽ ടു ഗെറ്റ് ടു ദ സ്പോട്ട് ദാറ്റ് വി വാണ്ടഡ് ടു ഗോ. അങ്ങ് ദൂരെ ഞങ്ങളുടെ കാറ് കാണാവോ? അതെ, അത്ര ദൂരം നിന്ന് ഇത്രയും ദൂരം നടന്ന് മനുഷ്യരും ഇല്ല ആളനക്കവും ഇല്ലാത്ത ഈ സ്പോട്ട് തപ്പിയാ വന്നേ. ഇതാണ് സെയിൻറ്റ് ബ്രെൻഡൻസ് വെൽ. കപ്പൽ യാത്രക്കാരുടെ മധ്യസ്ഥനാണ് സെയിൻറ്റ് ബ്രെൻഡൻ. പണ്ടത്തെ കാലത്ത് പേഗൻസ് ആയിട്ടുള്ള കപ്പൽ യാത്രക്കാരെ ബാപ്റ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൻറ്റ് ബ്രെൻഡൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെല്ലാണിത്. ഇപ്പോഴും അത് അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നേച്ചർ ആൻഡ് മോർ നേച്ചർ. ഒരു സൈഡിൽ ഒരുപാട് ദൂരെ സീ കാണാം, ബാക്കി എല്ലാം ജസ്റ്റ് ലാൻഡ്, വേറെ ഒന്നുമില്ല. ദർ ആർ നോ ബിൽഡിങ്സ്. നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ജസ്റ്റ് ടു സ്പെൻഡ് ടൈം ദർ. അങ്ങനെ അടുത്ത സ്പോട്ടിലോട്ടുള്ള യാത്ര. എനിക്ക് ഈ മൗണ്ടൻ റേഞ്ചസും ഓഷ്യനും വാലീസൊക്കെ കാണുമ്പോൾ എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ളതും പാടാൻ ഇഷ്ടമുള്ളതും മനസ്സിലോട്ട് ഓടി വരുന്നൊരു പാട്ടുണ്ട്. മാണിക്യച്ചിറകുള്ള മാറത്തു കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടൊന്നു കാണാനായി കൂടൊന്നു കൂട്ടാനായി ആകാശത്തീര നീണ്ടി തുടിച്ചു പോയി. ഹേ ഹേ കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ കണ്ടേ കായ്കളും, ഓ തന്തിനത്താനേ താതാനേ തന്തിനത്താനിന്താനിന്താനേ. അങ്ങനെ ഇലകളും കായ്കളും മലയും എല്ലാം കണ്ടിങ്ങി വന്നപ്പോൾ കുറച്ച് അൽപ്പാക്കാസ് നിൽക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കി നമ്മൾ വണ്ടി നിന്നിറങ്ങി അൽപ്പാക്കാസിനെ കാണാൻ പോയി. അവിടെ ഒരു 10-15 മിനിറ്റ് നിന്ന് സമയം കളഞ്ഞൊന്നുമില്ല കേട്ടോ, നല്ല രസമായിരുന്നു. അങ്ങനെ അൽപ്പാക്കാസിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയ ടൗണിൽ ഒരു ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്പ് കണ്ടപ്പം അവിടെ നിർത്തി ഫിഷ് ആൻഡ് ചിപ്സും ഓണിയൻ ഡ്രിങ്ക്സും കഴിച്ച് ലഞ്ച് അങ്ങ് കൺക്ലൂഡ് ചെയ്തു. ഫിഷ് ആൻഡ് ചിപ്സ് വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ വയറ് നിറയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തീർത്തിട്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾക്കിനി ഒരു സ്പോട്ടും കൂടെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ, അതും കൂടെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ബാക്ക് ടു ഡബ്ലിൻ ആയിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ ഓർത്ത
കില്ലാർണി നാഷണൽ പാർക്കിലെ ടോപ്പ് വാട്ടർഫാളിലെത്തി. ഹവെവർ ഇതായിരുന്നില്ല ഞങ്ങളുടെ ഫൈനൽ സ്പോട്ട്. ഞങ്ങൾ ഒരിടത്തും കൂടി ഇത് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സ്കോട്ട്ലൻഡിലും അയർലൻഡിലുമായിട്ട് പോയിട്ടുള്ള എല്ലാ വാട്ടർഫാൾസിനെയും കമ്പയർ ചെയ്യുമ്പം ടോക്ക് വാട്ടർഫാൾ വാസ് ദി ആബ്സല്യൂട്ട് ബെസ്റ്റ്. വാട്ടർഫാൾ എല്ലായിടത്തും വാട്ടർഫാൾ തന്നെയാണ്. പക്ഷേ ഈ ടോക്ക് വാട്ടർഫാളിലോട്ട് പോകുന്ന വഴിക്കുണ്ടായിരുന്ന ഗ്രീനറി, ഒരു നേച്ചറിന് ഇത്രയുമൊക്കെ ഗ്രീനായിട്ടിരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ച് പോകുന്ന പോലത്തെ പെർഫെക്ഷനായിരുന്നു പോകുന്ന ആ വഴി. എഗൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ അത് എന്തുമാത്രം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇൻ റിയൽ ലൈഫ് വിത്ത് യുവർ നേക്കഡ് ഐ ഇറ്റ് വാസ് സ്പെക്ടാക്കുലർ. വാട്ടർഫാളും ഗ്രീനറിയും ആ ചെറിയ ഫേൺസും ആ ബ്രാഞ്ചസിൽ കൂടെ ഉണ്ടാകുന്ന ഫേൺസും, ജസ്റ്റ് the air quality അവിടെ ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വാട്ടർഫാൾസിൽ പോയിട്ടുണ്ടെങ്കിലും ദിസ് വാസ് absolutely stunning and fantastic. ടോക്ക് വാട്ടർഫാൾ കില്ലാനി നാഷണൽ പാർക്കിൻ്റെ ഭാഗമായിട്ടാണ് ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. ടോക്ക് വാട്ടർഫാളിൻ്റെ സൈഡിൽ കൂടെ മേളിലോട്ടൊരു പാത്വേ ഉണ്ട്. അവിടുന്ന് അത് കയറി വരുമ്പം കുറച്ചധികം നടക്കാനുണ്ട്. പക്ഷേ യു ക്യാൻ സ്റ്റോപ്പ് എനിവെയർ, എന്നിട്ട് യു ക്യാൻ കം ബാക്ക്. അങ്ങനെ വന്നപ്പം കിട്ടിയ ഒരു വ്യൂ ആണ് കില്ലാനി നാഷണൽ പാർക്കിൻ്റെ ആ ഒരു പ്രീവിയസ് ക്ലിപ്പിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ദൂരം നടന്നു പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിങ്ങി പോകുന്നു. പക്ഷേ എപ്പോഴേലും നിങ്ങൾക്ക് ലൈഫിൽ ഒരു കുറച്ച് ഡീറ്റോക്സ് വേണം, നേച്ചറുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ മസ്റ്റ് ഗോ പ്ലേസ്. അങ്ങനെ ടോക്ക് വാട്ടർഫാളിൻ്റെ അടുത്തുള്ള ഈ ലേഡീസ് വ്യൂ പോയിന്റിൽ വന്ന് ഈ വ്യൂ എൻജോയ് ചെയ്ത് ഒരു ഐസ്ക്രീമും ഒരു ബെയിലീസ് ഹോട്ട് ചോക്ലേറ്റും കഴിച്ചിട്ട് തിരിച്ച് ഡബ്ലിന് പോവാം. 2 days ട്രിപ്പ് വേഗം തീർന്ന പോലെ ഫീൽ ചെയ്യുന്നു. വീഡിയോ ആകെ കുറച്ച് ടൈമേ ഉള്ളൂ, പക്ഷേ 2 ദിവസം വാസ് സോ മാജിക്കൽ, സോ ബ്യൂട്ടിഫുൾ, away from the hustle and bustle of Dublin in County Kerry, which we will visit again. പക്ഷേ this trip was so good. നിങ്ങൾ അയർലൻഡിൽ താമസിക്കുന്നവരോ അയർലൻഡ് വിസിറ്റ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് കൗണ്ടി കേരി പോകണം. It is a must go place and you will feel so relaxed. ഭയങ്കര രസമാണ്, എന്തായാലും പോണേ.